നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ച് നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ.എ. തുളസി. ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വികാസ് വിഷൻ 2040 സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗോത്രവർഗ വിഭാഗം അവശ്യരേഖ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുൻപൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അട്ടപ്പാടി, അതുപോലെ തന്നെ നെല്ലിയാമ്പതി, അതുപോലെ വയനാട് ഉൾപ്പെടെയുള്ള വളരെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയകൾ പ്രഖ്യാപിക്കുമ്പോൾ നിലമ്പൂർ പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നൊരു സങ്കടം എം.എൽ.എ. പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂർ ഇനി എന്ത് പദ്ധതി സംസ്ഥാനത്ത് നമ്മുടെ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും അത് നിലമ്പൂർ അറിയാതെ പോലും വിട്ടുപോകില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭവന നിർമ്മാണത്തിനായി സ്വന്തമായി സ്ഥലം ഇല്ലാത്ത ഗോത്രവർഗ വിഭാഗക്കാർക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ജനങ്ങൾ അധികാരം തന്നിരിക്കുന്നത് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനാണ്. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചില ഭാഗങ്ങളിലേക്ക് മാത്രം കൊടുത്ത് ചില ഭാഗങ്ങളെ അവഗണിക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമല്ല. എല്ലാ പ്രദേശങ്ങളിലേക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് അത് ഒരു രൂപ പോലും ലാഭമാക്കാതെ കൃത്യമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. അത് വളരെ സുതാര്യമായും സത്യസന്ധമായും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിയമപരമായിട്ട് പ്രത്യേകമായിട്ട് പാക്കേജ് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും. അതിൽ എം.എൽ.എ. ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ, എം.പി. ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ടും മറ്റാളുകളുമായിട്ടും സംഘടന പ്രവർത്തകരുമായിട്ടും ഒക്കെ കൃത്യമായിട്ട് ആലോചിക്കും. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഒരു ഓഫീസിനകത്ത് ഇരുന്ന് തീരുമാനം എടുക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള തീരുമാനം നമുക്ക് കൂട്ടായി ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അത് സർക്കാരിന് തുറന്ന് മനസ്സിലാവുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ദൗത്യം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ സേവനങ്ങളും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പുതിയ പോർട്ടൽ ആരംഭിക്കും. ഇതിലൂടെ 9ഓളം പ്രധാനപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ എം.എൽ.എ. ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പിനായുള്ള ഒരുക്കങ്ങൾ നടന്നത്. പി.വി. അബ്ദുൽ വഹാബ് എം.പി, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംപ്ര, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീറ, നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്വാഗതവും പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം.